ഹലോ സുസാമൻ. ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടും ആക്റ്റീവായിട്ടും സംസാരിക്കണമെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജിലെ ചില ടിപ്സും ട്രിക്സും ഒക്കെ അറിഞ്ഞിരിക്കണം. നമ്മുടെ മദർ ടങ് സംസാരിക്കുന്ന പോലെ നമുക്ക് എങ്ങനെ ഈ ലാംഗ്വേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? A1 മുതൽ പഠിക്കുന്ന ഒരു വെർബാണ് ബെക്കോമൻ എന്ന് പറയുന്നത്. ബെക്കോമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ്, ടു റിസീവ്. സോ ഈ ബെക്കോമൻ വെച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിലൊരു എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ മലയാളത്തിൽ പറയാണ്, ഇന്ന് എന്റെ വണ്ടി എനിക്ക് റിപ്പയർ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാന്നുള്ളത് മലയാളമല്ല, റിപ്പയർ ചെയ്ത് കിട്ടും എന്ന് നമ്മൾ മലയാളത്തിൽ പറയണമെങ്കിൽ ഇതേ സെന്റൻസ് നമുക്ക് ജർമ്മനിലും പറയണമെങ്കിൽ ഈ കിട്ടും അറിയും എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ ഒറ്റ സെന്റൻസിലാക്കും? അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അവൻ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ബെക്കോമൻ എന്ന് പറയുന്ന വെർബ് സെന്റൻസിൽ പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് യൂസ് ചെയ്തിട്ട് സെന്റൻസിന്റെ എൻഡിൽ പാർട്ടിസിപ്സ് വൈ ഫോം യൂസ് ചെയ്താൽ മതി. ഇന്ന് എനിക്ക് എന്റെ വണ്ടി റിപ്പയർ ചെയ്ത് കിട്ടും എന്നുള്ളത് ഒറ്റ സെന്റൻസിൽ പറയുന്നു. ഐ എം ഗെറ്റിംഗ് മൈ കാർ ടുഡേ റിപ്പയർഡ്. ഈ സെന്റൻസ് നമ്മൾ ജർമ്മനിൽ പറയുമ്പോൾ ich bekomme heute mein Auto repariert. ബെക്കോമൻ എന്ന് പറയുന്നത് ഇഹിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്തു ich bekomme എന്നായി. repariert എന്ന് പറയുന്നത് reparieren എന്ന് പറയുന്ന ഇൻഫിനിറ്റീവ് വെർബിന്റെ പാർട്ടിസിപ്സ് വൈ ഫോം ആണ്. ഇതാണ് സെന്റൻസിന്റെ എൻഡിലിട്ട്. സബ്ജക്റ്റിനനുസരിച്ച് ബെക്കോമൻ കോൺജുഗേറ്റ് ചെയ്യുക. ഏത് ആക്ഷൻ ആണ് ചെയ്യപ്പെട്ടത് എങ്കിൽ അത് പാർട്ടിസിപ്സ് വൈ ഫോമിൽ യൂസ് ചെയ്യാം. എന്റെ ഹെയർ മുറിച്ച് കിട്ടി, ഇത് നമുക്ക് പറയണമെങ്കിൽ എങ്ങനെ പറയും? ടു കട്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷ്നൈഡൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ പാർട്ടിസിപ്സ് വൈ ആണ് ഗഷ്നിറ്റൻ എന്ന് പറയുന്നത്. ich bekomme meine Haare geschnitten. ഇതുപോലുള്ള ടിപ്സ് അറിഞ്ഞിരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് നമ്മുടെ മദർ ടങ് പറയുന്ന പോലെ തന്നെ പറയാൻ പറ്റും.